നമസ്തേ, എല്ലാവർക്കും നമ്മുടെ സഹൃദയ ഹിന്ദി സ്റ്റഡി ക്ലാസ്സിലേക്ക് സ്വാഗതം. കുട്ടികളെ, നാം ഇന്നത്തെ ക്ലാസ്സിൽ ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാരെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. HSA ഹിന്ദി, JLT ഹിന്ദി, KTET, നെറ്റ്, സെറ്റ് തുടങ്ങിയ എല്ലാ എക്സാമുകൾക്കും വളരെ ഉപകാരപ്രദമായ ഒരു ടോപ്പിക്കാണിത്. ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രധാനപ്പെട്ട ആചാര്യന്മാർ ആരൊക്കെയാണിടെ? അതെ, ഭരതമുനി, ഭാമഹ്, ദണ്ഡി, വാമൻ, ഉദ്ഭൾ, രുദ്രൾ, ആനന്ദവർദ്ധൻ, അഭിനവഗുപ്ത്, കുന്തക്, ധനഞ്ജയ്, മഹിംഭട്ട്, ഭോജരാജ്, മമ്മട്ട്, ക്ഷേമേന്ദ്ര, റുയക്, ശോഭാകാർ മിത്ര, ഹേമചന്ദ്ര, ശാരദാ തനയ്, ജയദേവ്, വിശ്വനാഥ് കവിരാജ്, വിദ്യാധർ, വിദ്യാനാഥ്, അപ്പയ് ദീക്ഷിത്, പണ്ഡിറ്റ് രാജ് ജഗന്നാഥ്. ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രഥം ആചാര്യ എന്നറിയപ്പെടുന്നത് ആരാണ്? അതെ, നമ്മുടെ ഭരതമുനിയാണ്. അതുപോലെ തന്നെ അവസാനത്തെ ആചാര്യൻ ആരാണടെ? പണ്ഡിറ്റ് ജഗന്നാഥാണ്. ഓക്കെ, എല്ലാവരോടും ശ്രദ്ധിക്കുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നാം ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേ. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രഥം ആചാര്യ ആരാണടേത്? അതെ, ഭരതമുനിയാണ്. നമുക്ക് ഭരതമുനിയെക്കുറിച്ച് വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകളൊന്ന് മനസ്സിലാക്കി വെക്കാം. ഭരതമുനി. भरतमुनि को संस्कृत काव्यशास्त्र का प्रथम आचार्य माना जाता है. ഭാരതീയ കാവ്യശാസ്ത്രത്തിലെ പ്രഥം ആചാര്യനാണ് നമ്മുടെ ഭരതമുനി. ഇനി അടുത്ത പോയിന്റ് നോക്കൂ. ആചാര്യ ബലദേവ് ഉപാധ്യായിനെ ഇൻകാ സമയ ദ്വിതീയ ശതി മാനാ ഹെ. ഇദ്ദേഹത്തിൻ്റെ കാലയളവ് എന്നായിരുന്നു? അതെ, 2-ാം നൂറ്റാണ്ടാണ്, ദ്വിതീയ ശതിയാണ്. ആരാണ് പറഞ്ഞിരിക്കുന്നത്? ആചാര്യ ബൽദേവ് ഉപാധ്യായ്. അടുത്ത പോയിന്റ് നോക്കൂ. ഭരതമുനിക്ക് പ്രസിദ്ധ രചന നാട്യശാസ്ത്ര ഹെ. നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ, നാട്യശാസ്ത്രമാണ് ഭരതമുനിയുടെ പ്രധാനപ്പെട്ട രചനയെന്ന്. ജിസ്മേം നാടക കെ സഭീ പക്ഷോं का വിസ്തൃത വിവേചൻ കിയാ ഗയാ ഹെ. ഇതിനകത്ത് നാടകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ചുള്ള വളരെ വിശാലമായ രീതിയിൽ, വളരെ വിസ്തൃതമായ ഒരു വിവേചനം തന്നെ നടത്തിയിട്ടുണ്ട്. അടുത്ത പോയിന്റ്, ആചാര്യ ഭരതനെ നാട്യശാസ്ത്രക്കോ പഞ്ചം വേദ ഭി കഹാ ഹെ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കുക. ആചാര്യ ഭരതനെ നാട്യശാസ്ത്രക്കോ പഞ്ചം വേദ ഭി കഹാ ഹെ. ആചാര്യ ഭരത് നാട്യശാസ്ത്രത്തെ പഞ്ചം വേദ് എന്നും പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഈ പഞ്ചം വേദ് എന്നറിയപ്പെടുന്ന രചന ഏതാണ്? നാട്യശാസ്ത്രമാണ്. നാട്യശാസ്ത്രത്തിനാണ് പഞ്ചം വേദ് എന്ന് പറയപ്പെടുന്നത്. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാവരും ഒന്ന് ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ്, നാട്യശാസ്ത്രമേ 36 അധ്യായ് തഥാ ലഗ്ഭഗ് 5000 ശ്ലോക ഹെ. ഈ നാട്യശാസ്ത്രത്തിനകത്ത് 36 അധ്യായങ്ങളുണ്ട്. അതുപോലെ തന്നെ ഏകദേശം 5000-ഓളം ശ്ലോകങ്ങളുമുണ്ട്. അടുത്ത പോയിന്റ്, നാട്യശാസ്ത്രമേ काव्य की आलोचना वाचिक अभिनय के प्रसंग में की गई है. नाट्यशास्त्र में काव्य की आलोचना वाचिक अभिनय, നോക്ക്, वाचिक अभिनय के प्रसंग में की गई है. അടുത്ത പോയിന്റ്, भरतमुनि ने नाट्यशास्त्र में 10 गुण 10 दोष तथा 4 अलंकार की मीमांसा की है. ഭരതമുനി ഈ നാട്യശാസ്ത്രത്തിനകത്ത് 10 ഗുണങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ 10 ദോഷങ്ങളെക്കുറിച്ചും കൂടാതെ 4
അലങ്കാരങ്ങളെക്കുറിച്ചും എന്ത് ചെയ്തിട്ടുണ്ട്? വിശകലനം ചെയ്തിട്ടുണ്ട്. നോക്ക്, ഏതൊക്കെയാണ് 4 അലങ്കാരങ്ങൾ? നാട്യശാസ്ത്രത്തിനകത്ത് പറഞ്ഞിട്ടുള്ള അലങ്കാരങ്ങൾ ഏതൊക്കെയാണ്? യമക്, രൂപക്, ഉപമ, ദീപക്. നാട്യശാസ്ത്രത്തിൽ ഏതൊക്കെ അലങ്കാരങ്ങളെക്കുറിച്ചാണ് വിശകലനം ചെയ്തിരിക്കുന്നത്? ഏതൊക്കെയാണ്? യമക്, ഉപമ, രൂപക് തഥാ ദീപക്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്, എല്ലാവരും ഓർത്തു വയ്ക്കുക. അടുത്ത പോയിന്റ് നോക്കാം. नाट्यशास्त्र के षष्ठ एवं सप्तम अध्याय में रस तथा भाव का वर्णन किया गया है. भरत मुनि ने रसों की संख्या 8 मानी है. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ്. ഇവിടെ ഒന്ന് ശ്രദ്ധിക്കുക. ഭരതമുനി എത്ര രസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? അതെ, 8 രസങ്ങൾ. നമുക്കറിയാം 9 രസങ്ങളുണ്ടെന്ന് നമുക്കറിയാം. അതിൽ ഭരതമുനി എത്ര രസങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്? 8 രസങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിട്ടുള്ളത്. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇത് നന്നായിട്ട് ഈ പോയിന്റുകൾ മനസ്സിലാക്കി വെക്കുക. നമുക്ക് ഈ ഒരു ടോപ്പിക്കിൻ്റെ അടുത്ത ഭാഗവുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. ധന്യവാദ്.